ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണിയാണ്. ഇതിനു വേണ്ടി ആദ്യം ഞാനൊരു 4 ഓണിയൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പകുതി ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. ഇത് കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതേ എണ്ണയിലോട്ട് നമുക്ക് കാഷ്യൂ ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ പകുതി ഫ്രൈ ആകുമ്പോഴത്തേക്കും മുന്തിരി കൂടി ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഞാനിവിടെ അര കിലോ മട്ടൻ ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് മട്ടൻ വേവിച്ചെടുക്കാം. മട്ടൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിലാണ് ബിരിയാണി നമുക്ക് ദം ചെയ്തെടുക്കേണ്ടത്. നമുക്ക് ആദ്യം റൈസ് റെഡിയാക്കി എടുക്കാം. അതിന് ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോറ് മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചെറിയരി ചേർത്ത് കൊടുക്കാം. 3 ഗ്ലാസ് ജീരകശാല ബിരിയാണി റൈസ് ആണ്. ഇത് ഈ ഗീയിൽ ഒന്ന് കുറച്ച് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 3 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ചെറുനാരങ്ങ നീര് കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ചു കൊടുക്കാം. നേരത്തെ ഇട്ട് വെച്ച മട്ടനിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് ദമ്മിടുന്ന ടൈമിലേക്ക് ബാലൻസ് വെക്കാം. ഒരു വലിയ തക്കാളി അരിഞ്ഞതും 8 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 7 അല്ലി ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പുതിനയില വളരെ കുറച്ച് മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാം. കുക്കർ 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്റ്റീമൊക്കെ മുഴുവനും കളയണം. ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും 1 സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്.
ചോറിട്ട് കൊടുക്കാം. ഇതിൻ്റെ സ്റ്റീമൊക്കെ കളഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ പകുതി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് ഗീ ചേർത്ത് കൊടുക്കാം. ഓണിയൻ, നട്ട്സ് ഇതൊക്കെ നേരത്തെ ഫ്രൈ ചെയ്ത് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി ബാക്കിയുള്ള ചോറ് കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നേരത്തെ പോലെ തന്നെ ഒരു ടീസ്പൂണ് ഗീയും ഓണിയൻ ഫ്രൈ ചെയ്തത്, കാഷ്യൂ, മുന്തിരി ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടിയിൽ പിടിക്കാതിരിക്കാൻ ഇതുപോലുള്ള വല്ലതും വെച്ച് നമുക്ക് ദം ചെയ്യാൻ ഇത് വെച്ച് കൊടുക്കാം. ഇതൊരു അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായി അടച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് റൈത്ത റെഡിയാക്കാം. ഒരു കുക്കുംബർ, ചെറിയൊരു കഷ്ണം തക്കാളി, കുറച്ച് ഓണിയന്, ഒരു പച്ചമുളക് എല്ലാം ചെറുതായി അരിഞ്ഞത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 സ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ റൈത്ത റെഡിയായി. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഫോയിൽ മാറ്റുമ്പോഴുള്ളൊരു മണം അതൊന്നൊന്നര മണമാണ്. കണ്ടില്ലേ, നമ്മുടെ ബിരിയാണി അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഈസി ആൻഡ് ടേസ്റ്റി മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. Please like, share and subscribe. Thank you.